ഞാൻ അച്ഛനെ വിളിക്കാൻ പോകണ്ട കേട്ടോ. പിന്നെ അല്ലാണ്ട് ഇന്നേ വരെ ഇല്ലാത്തൊരു പുതുമ എന്തോന്ന് ഇവര് കാണിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കൊണ്ടാക്കിയുള്ളത് വെച്ചാൽ അങ്ങ് ജീവിക്കാം. മെനക്കെടുത്താനായിട്ട് ഈ പുറകെ ഇങ്ങനെ പോണോണ്ടല്ലേ അവർക്കൊരു വിലയില്ലാത്ത, അല്ലെങ്കിൽ അവരിങ്ങനെ കാണിക്കണേ. ആ പരിപാടിയെ നിർത്തി. ഞാന് പോണല്ലേ. എനിക്കും കുഴിപ്പുറത്ത് പോകാൻ അറിയാൻ പാടാത്തോണ്ടൊന്നുമല്ല, പിന്നെ എല്ലാവരുടെ കാര്യം ആലോചിച്ചിട്ട് ഇവിടെ നിൽക്കണതാ. ചേച്ചി, ഞാൻ അച്ഛനെ വീട്ടിലോട്ട് പിടിച്ച് കൈ കയറി പിടിച്ച്, എൻ്റെ പൊന്നോ എന്നെ അങ്ങ് തള്ളി മാറ്റിയിട്ടേ ദേഷ്യം കാണുമായിരുന്നു. മതയാനെ പോലെ നിന്ന്. മതയാനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് തളർന്ന് വീണോളും, കുഴപ്പമൊന്നുമില്ല. അമ്മയെ വിളിച്ചാ? ഞാൻ എന്തിനു വിളിക്കണേ? വിളിച്ചുവിടെ. മാമന് വേണമെങ്കിൽ മാമൻ വിളിക്കും, ഞാൻ വിളിക്കണമൊന്നുമില്ല. ഇനി നിനക്ക് വിളിച്ച എന്താണ് കുഴപ്പം? ആരോടും പറയാതെ പോയതല്ലേ പടവലത്തോട്ട്, വിളിക്കാതെ വന്നോളൂ. വാശിക്ക് നിൽക്കുകയാണ്. ശ്രമിച്ചു നോക്കട്ടെ. മക്കളെ, അച്ഛൻ്റെ കാര്യം വിട്ടേര്. അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തിയത്, എന്തുമാത്രം കാശ് ചെലവാക്കി. അച്ഛൻ ഒന്നും ചെയ്തില്ലെന്നല്ല, പക്ഷെ അമ്മയാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്. അത് മറന്ന് നിങ്ങൾ പെരുമാറിയാൽ ദൈവം പോലും പൊറുക്കൂല. അവൾ ഇവിടെ നിന്ന് മാറി നിന്നത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. എന്തിനീ നാണം കേട്ട നാടകം കണ്ടോണ്ട് ഇവിടെ നിൽക്കണത്? ഞാനും അങ്ങ് ബാംഗ്ലൂരോട്ട് അങ്ങനെ പോകാൻ പോകണം. എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്തിനു സമയങ്ങൾ ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോ. അല്ല മാമൻ ഇനിയിപ്പം പെട്ടെന്ന് ബാംഗ്ലൂർ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഫ്ലൈറ്റിൽ പോ. ഫ്ലൈറ്റ് പോയിട്ട് 4 മണിക്ക് 5 മണിക്ക് അങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഫെയർ എങ്ങനെയാ ചേച്ചിക്ക് അറിയോ? ഇപ്പൊ സീസൺ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര ചീപ്പായിരുന്നു. എന്നൊരു കാര്യം ചെയ്യും, ചേച്ചി ആ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയേ. അല്ലെങ്കിൽ വേണ്ട, മാമൻ തന്നെ നോക്കുമോ? എനിക്ക് നോക്കാൻ അറിയാം, എന്നെ പഠിപ്പിക്കാന്ന് വേണ്ട നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ. അയ്യോ പറഞ്ഞിവിടെ എന്ത് ധൃതി. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച കാര്യമാണ് പറഞ്ഞേ, വളർത്തി കൊണ്ടുവന്ന കാര്യം. ചുമ്മാ അല്ല അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് തെക്കോടങ്ങനെ മാറിയിരിക്കണത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് രണ്ട് വഴിക്കായിട്ട് നിൽക്കണ. ഞാൻ പറയണ പോലെ ശ്രദ്ധിക്കണോ നിങ്ങൾ ആരെങ്കിലും? എന്റെ മാമ ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. മാമൻ വെറുതെ നിന്ന് കേട്ടാ പോരെ, അത് ഞാൻ കേൾക്കുന്നുണ്ട്. വെറുതെ നിന്ന് കേട്ടാ പോരെ എന്നാ? ഞാൻ പറയണ കാര്യമാണ്. മാമ ഞങ്ങൾ മാമൻ ഞങ്ങളടുത്തോളം ചൂടായിട്ട് കാര്യമൊന്നുമില്ലെന്ന്. ഞങ്ങൾ ചൂടായിട്ട് ഞങ്ങളെന്ത് ചെയ്യേ? മാമന് പറ്റുവാണെങ്കിൽ മാമന്റെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാ, ബാക്കി വരുന്ന വെച്ച് നോക്കാം. എന്റെ ചേച്ചി ഇവിടെ കിടന്ന് കണ്ണീര് ഒലിപ്പിച്ച് തേരാ കണ്ടോ ഞാൻ നിൽക്കണം. പിന്നെ അമ്മ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നതാണോ? ഞങ്ങൾക്ക് ഭയങ്കര കൊതിയാണല്ലോ. ആമാ ഫസ്റ്റ് അച്ഛൻ്റെ ഈ ദേഷ്യം ഒന്ന് ഒതുക്കണം, അച്ഛനെ നോർമലാക്കണം, എന്നാലേ നേരെ വല്ലതും നടക്കൂ. മാമൻ പോയി അച്ഛനെ വിളിച്ചോണ്ട്. നിങ്ങളുടെ അച്ഛന്റെ പിരികളായി കിടക്കുകയാണ്. അത് ഈ ജന്മം ശരിയാവൂല. അത് അതിനെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന അവര് വരുമ്പോ വരട്ടെ. കഷ്ടം വിട്ട് പഠിപ്പിച്ചു ആരെടുത്ത് പറയാൻ വേണ്ടി. മാമ ബാറ സൈഡ് ശരിക്കും എനിക്കറിയാൻ പാടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.